ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എണ്ണയും ഒരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാർക്ക് വേണ്ടിയാണെന്നോ? ഇപ്പം നമ്മൾ ചെറിയ പിള്ളേർക്ക് ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയും ഹെയർ പാക്കുമാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നോ? നമുക്ക് മുടി നരയ്ക്കുന്നത് കുറയും, അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, താരൻ, അങ്ങനെ മുടി സ്കാൾപ്പിലും മുടിയിലൊക്കെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചെറുപ്പക്കാരും ഉള്ള പ്രശ്നങ്ങളാണല്ലോ ഇതെല്ലാം മാറുന്നതിനും ഭാവിയിൽ മുടി നരയ്ക്കാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു കുറയാതിരിക്കാനും മുടിയുടെ വളർച്ച മുരടിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു എണ്ണയും അതുപോലെ ഹെയർ പാക്കുമാണ് ഞാൻ തരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇതിന് വേണ്ടത്? കരിഞ്ജീരകമാണ്. ഓക്കെ, കരിഞ്ജീരകത്തെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെയുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെയറിൻ്റെയും അതുപോലെ സ്കാൾപ്പിൻ്റെ എല്ലാ ആരോഗ്യത്തിന് ഏറ്റവും നല്ല വൈറ്റമിൻസും മിനറൽസും ആണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുടിവേരിഴകൾക്ക് കേട്ടോ, നമ്മുടെ ഫോളിക്കിൾസിനെ ബലം നൽകുകയും അതിൻ്റെ ഈർപ്പം നിലനിർത്തുകയും അതുപോലെ ഈ ഫോളിക്കിൾസ് അടഞ്ഞു പോയാൽ പിന്നെ ഒരു കാലത്തും മുടി ഇളുക്കില്ല കേട്ടോ. അപ്പോൾ ആ ഫോളിക്കിൾസ് ക്ലീൻ ആവുന്നതിനും മുടിവേരിഴകൾ സുഷിരങ്ങൾ ക്ലീൻ ഇരിക്കുന്നതിനും എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന എന്തിനാ? ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ്. അപ്പം നിങ്ങൾ ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയിട്ട് നിങ്ങൾ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതുപോലെ തന്നെ മുടിവേരുകൾക്ക് ബലം കിട്ടുകയും അതുമൂലം മുടിക്ക് ആരോഗ്യം ഉണ്ടാവുകയും അതുമൂലം മുടി കൊഴിയാതിരിക്കുകയും മുടി വളരുകയും എല്ലാം ചെയ്യും. അതാണ് ഫോളിക്കിളിൻ്റെ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം കേട്ടോ. പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കാൾപ്പിൽ ഒത്തിരി പ്രശ്നങ്ങൾ, താരൻ, ചൊറിച്ചിൽ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമാണ് ഈ കരിഞ്ജീരക എണ്ണ കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, നീർവീക്കം, അതുപോലെയുള്ള ചൊറിച്ചൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ ഒരു കരിഞ്ജീരകം എണ്ണ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിനകത്ത് സ്കാൾപ്പിൻ്റെ പ്രോബ്ലം പറഞ്ഞു. അപ്പം അങ്ങനെ ഓൾ റൗണ്ടറാന്ന് പറയാം. എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് കരിഞ്ജീരകം ഇട്ട് കാച്ചി അവിടെ എടുത്ത് വെച്ചിരുന്നാൽ ഇത്രയും ഗുണങ്ങൾ ഇതിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ കാച്ചുന്നതെന്ന് പറയട്ടെ. 250 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുക. ഇത് നമ്മൾ ചെറിയ തീയിൽ മതി കേട്ടോ, അധികം ഫ്ലെയിം ഇടണ്ട. ഇത് നന്നായിട്ടൊന്ന് ചൂടായി അതങ്ങോട്ട് പതഞ്ഞ് വരുമല്ലോ. പതഞ്ഞിങ്ങനെ വരുമ്പോൾ തിളയ്ക്കണ്ട, ആ പതം അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അപ്പോൾ 250 ഗ്രാമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇടുക. കരിഞ്ജീരകം നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കണേ. അത് ഇട്ട് കഴിഞ്ഞ് അതവിടെ വെച്ചിരിക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണ കൊണ്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലവരാണെങ്കിൽ എന്നും കുളിക്കുമ്പോൾ എണ്ണ ഒരിച്ചിരി എടുത്ത് തേക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങളിത് ചെറുപ്പക്കാർക്ക് നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗുണം മുടി നരയ്ക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പം നമ്മൾ എണ്ണ കാച്ചി അല്ലേ? അപ്പോൾ എണ്ണ കാച്ചി ഇനി അടുത്തത് നമുക്ക് ഹെയർ പാക്ക്. നമുക്ക് മുടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇടണ്ട, മാസത്തിൽ 2 പ്രാവശ്യമോ, ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം ഇട്ടാൽ മതി. അതിനായിട്ടുള്ള പാക്കാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പോൾ ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ: 3 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ, പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി. ഇത് 3 ഈ ഹെയർ പാക്കിന് ആവശ്യം. ഇത് നന്നായിട്ട് ചായ വെള്ളത്തിൽ മിക്സ് ചെയ്യണേ. ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട്
അത് അരിച്ചെടുത്ത് ആ വെള്ളത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് തലേന്ന് തന്നെ വെച്ചേക്കണം. തലേന്ന് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്കിതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒഴിക്കുക, വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചോളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഹെന്ന ഇടുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നു, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്കാൾപ്പിലും തലയിലൊക്കെ ഹെന്ന ഇടണ പോലെ അപ്ലൈ ചെയ്ത് കെട്ടി വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതാണ് പിന്നെ കരിഞ്ജീരകം ഹെയർ പാക്ക്. അപ്പം നമ്മൾ കരിഞ്ജീരകം ഹെയർ പാക്കിൽ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കരിഞ്ജീരകം പൊടിച്ച് നമ്മൾ എടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എടുത്തത് എന്താ, മൈലാഞ്ചി പൊടിയാണ്. മൈലാഞ്ചി പൊടി അതായത് ഹെന്ന പൗഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇതിൻ്റെ പറയാനുള്ളത് ഹെയർ ഡൈ ആണ് അല്ലേ. നമുക്കൊരു ഡൈയുടെ എഫക്റ്റ് കിട്ടും. അത് നല്ല സോഫ്റ്റ് ആവുന്നതിനും മുടിക്ക് തിളക്കം കിട്ടുന്നതിനും നല്ല കണ്ടീഷണറാണ്, നറിഷിംഗ് ആണ്, മോയ്സ്ചറൈസറാണ്, സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിന്. അതുപോലെ തന്നെ pH ലെവല്, നമ്മുടെ സ്കാൾപ്പിൻ്റെ pH ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ pH ലെവല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെയും ഈ ഓയിൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനമെല്ലാം മിനിമൈസ് ചെയ്യുകയും നമ്മുടെ ഓയിൽ ഗ്ലാൻസ് ആവശ്യത്തിന് ഉള്ള ഓയിൽസൊക്കെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. കൂടുതലായിട്ടുള്ളതിനൊക്കെ നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ നമുക്ക് തടയാം. അപ്പോൾ അതായത് മുടി ആ എണ്ണമയമൊക്കെ ആവശ്യത്തിന് നോർമൽ ഹെയർ, അതാണ് അതിൻ്റെ ഒരു വാക്കട്ടോ, നോർമൽ ഹെയർ ആവും. പിന്നെ ഇതിൻ്റെ ഗുണം എന്താ, മുടി വളരും കേട്ടോ. മുടി വളരുന്നതിനും അതുപോലെ തന്നെ താരൻ, അതുപോലെ ചൊറിച്ചൽ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതെല്ലാം മാറുന്നതിന് ഹെന്ന പൗഡർ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മിക്കവാറും ഹെന്ന ഇടുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഹെന്ന പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നെല്ലിക്ക പൗഡറാണ്. നെല്ലിക്ക പൗഡർ എന്ന് പറയുമ്പോൾ ഇതും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അകാല നിരയെ തടഞ്ഞു നിർത്തുന്നതിന് നെല്ലിക്ക പൗഡറിന് ഉള്ള ഒരു നെല്ലിക്ക പൗഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഈ കരിഞ്ജീരകത്തിൻ്റെ പൊടി അതുപോലെ ഹെന്ന പൗഡറിലും പറഞ്ഞതുപോലെ തന്നെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടിയുടെ ഈർപ്പം നിലനിർത്തുന്നതിനും മുടി വേരിഴകൾക്ക് ബലം ഉണ്ടാവുന്നതിനും സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിലുപരി നമ്മുടെ വോളിയം, മുടിയുടെ തിക്നെസ് കൂടുന്നതിനും പിന്നെ ഡ്രൈ ഹെയർ മാറി നല്ല മുടി നല്ല സ്മൂത്തായി ആവശ്യത്തിന് ഈർപ്പൊക്കെ ആയി ആവശ്യത്തിനുള്ള എണ്ണമയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ആവുന്നതിനും ഈ നെല്ലിക്കപ്പൊടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് മിക്സ് ചെയ്യുക. മാസത്തിൽ ഒരിക്കലോ, സമയമുള്ളവർ മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ചെയ്യുക. ഈ എണ്ണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒരു 100% ഉറപ്പ് പറയാം, ഒരു 40 വയസ്സ് 35 വയസ്സൊക്കെ കഴിയുമ്പോൾ ആ മുടി നരയ്ക്കാൻ തുടങ്ങലും മുടി തിന്നാവാൻ തുടങ്ങലും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർ, പിള്ളേർ, ടീനേജേഴ്സ് തുടങ്ങി ഇത് ഉപയോഗിച്ചോളൂ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്നെ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക, ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താലാണ് അടുത്ത വീഡിയോ കിട്ടും. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.